കുടുംബത്തിലെ 5 പേരെ വകവരുത്തിയ കേസിലെ ഏക പ്രതിയായി ജയിലിൽ കഴിയുന്ന മകനു വേണ്ടി പിതാവ് നിയമ പോരാട്ടത്തിനിറങ്ങുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹ്മാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന് റഹീം ആവശ്യപ്പെടുന്നു. സിനിമ തന്റെ മകന് നീതിയുക്തമായ വിചാരണ നിഷേധിക്കുമെന്നാണ് പിതാവിന്റെ ആശങ്ക. നല്ല പിതാവ് സ്വന്തം ഉമ്മാനെയും മകനെയും സ്വന്തം ഭാര്യയെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ആ മോന് വേണ്ടിയിട്ട് നീതിപൂർണമായി എന്ത് ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്, മനസ്സിൽ പറഞ്ഞോളാം. ഇമാതിരി ഊളയൊക്കെ നീതിപൂർണമായിട്ടുള്ള വിധിക്ക് വേണ്ടി കാത്തിരിക്കേ. ഇവനാകെ കിട്ടേണ്ട നീതി അവനെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിട്ട് സ്വന്തം ഉപ്പ ഇയാളെനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പറഞ്ഞാൽ മതി. അതായത് ഒരു സിനിമ വരികയാണ്, ആ ഒരു സിനിമ ഇദ്ദേഹത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ നാണക്കേടാണെന്ന് പറഞ്ഞു. ഇനി ഇതിലും വലിയ നാണക്കേട് വരാൻ എന്താ ഉള്ളത്? അമ്മാതിരി ഊളയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി. വാർത്ത മുഴുവൻ കേൾക്കും. കേസിന്റെ വിചാരണ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നടക്കാനിരിക്കെയാണ് സംഭവവുമായി ബന്ധമുള്ള സിനിമാ ചിത്രീകരണം നടക്കുന്നതായി അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹ്മാൻ പറയുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നത് തടയണമെന്നാണ് പിതാവിന്റെ ആവശ്യം. സിനിമ വന്നാൽ മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് കാരണമാകും. സിനിമ ന്യായമായ വിചാരണയ്ക്കുള്ള പ്രതിയുടെ അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. മകനെ കുറ്റവിമുക്തനാക്കിയാലും സിനിമ പരിഹരിക്കാനാകാത്ത നഷ്ടം മകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. തന്റെ മകന് നീതിയുക്തമായ വിചാരണ നഷ്ടമാകുമെന്നാണ് പിതാവിന്റെ വാദം. എന്ത് മകനെ വെറുതെ വിട്ടാലോ? എന്താ കോടതിയൊക്കെ നോക്കുകുത്തിയായിട്ടിരിക്കുകയെന്നാണോ വിചാരിക്കുന്നത്? കൃത്യമായി തെളിവുകളുണ്ട്. അപ്പം മകനെ സംരക്ഷിക്കാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? മകൻ രക്ഷപ്പെടണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? നീതിപൂ ആയിട്ടുള്ള സാധനം കിട്ടണത് എന്ത് പൊന്നെ! അത്രമാത്രം ഈ ജനങ്ങൾ മുഴുവൻ ആ നാറിയെ വെറുക്കുന്നുണ്ട്. സ്വന്തം മകനാണെന്നുള്ള പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അവനെന്താണ് കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞ് ഊരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കുന്നുള്ളതാ? അവനെ ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങളാരും അനുവദിക്കൂല. അത് വേറെ കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി നഷ്ടപ്പെട്ടതിൽ സങ്കടമില്ലാന്ന് എനിക്കിപ്പോഴാ തോന്നുന്നേ. ഇനി ഇതിൽ വേറെ വല്ല കളിയുണ്ടോന്ന് പോലീസുകാരെ അന്വേഷിക്കണം. കാരണം ഇവനെ കുറിച്ചൊരു സിനിമ വരുമ്പോ അതിനെതിരെ ഇദ്ദേഹം സംസാരിക്കും. നീതിപ്പൂ ആയിട്ടുള്ള സാധനം കിട്ടണില്ല എന്നാ പറയുന്നത്. അയ്യോ, എന്തോ ഉണ്ട് ഇതിന്റെ പിന്നിൽ, എന്തോ ഉണ്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. സിനിമയുടെ പ്രഖ്യാപനം മുതൽ പ്രതിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും കുടുംബത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുവന്ന ആക്ഷേപം ഇതിനകം അഫാന്റെ അച്ഛൻ അബ്ദുൾ റഹ്മാൻ ഉയർത്തിക്കഴിഞ്ഞു. ഹർജി തീർപ്പാക്കുന്നതുവരെ സിനിമയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷണൽ മെറ്റീരിയലുകൾ, ട്രെയിലറുകൾ എന്നിവ പുറത്തിറക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, അഫാനെ മടിയിലിരുത്തി പാല് കൊടുക്കണ ഒരു സാധനം ഇറക്കാം, ട്രെയിലർ ഇറക്കാം. എടോ, താങ്കളുടെ വീട്ടിൽ ധൂർത്ത് എന്നൊരു സാധനം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായതാണെന്നുള്ളതാണ്. അങ്ങനെ ധൂർത്തടിച്ച് കഴപ്പ് മൂത്തിട്ടാണ് ആ നായി ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. താങ്കളുടെ ഭാര്യ പറയുന്നതിൽ പോലും ഒരുപാട് പൊരുത്തക്കേടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും താങ്കളുടെ ഫാമിലിയോട് കൂടെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇനി താങ്കളായിട്ട് അത് കൊണ്ട് കുളം തോണ്ടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. സിനിമ വരാതിരിക്കുന്നത് തേങ്ങ ചായിക്കോട്ടെ എന്നാണ് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. നിങ്ങൾ കൃത്യമായി പണം അയച്ചു കൊടുത്തിരുന്നു, അത് ഏത് രീതിയിൽ പോയെന്ന് അറിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ കൂതറയുണ്ടല്ലോ, നിങ്ങളുടെ മകൻ, നിങ്ങൾ ഇപ്പോഴും മകനായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ, ആ മകൻ, അവനെ തൂക്കുകയറ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും. അവനെ കോടതി വെറുതെ ഒന്നും വിടാൻ പോണില്ല. കൃത്യമായി തെളിവുണ്ട്. അവനെല്ലാം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലാൻ ഉപയോഗിച്ച മാരകായുധം, ആ ചുറ്റിക പോലും പിടിച്ചെടുത്തതാണല്ലേ. മകന് നീതിപ്പൂ ആയിട്ടുള്ള സാധനം വേണത്ര. നീതി ഞാൻ പറയുന്നില്ല. അവനെ കോടതി വെറുതെ വിടില്ല, അവനെ തൂക്കിക്കൊല്ലും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇനി എങ്ങാനും അവനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഗതി അതോ ഗതിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. താങ്കൾ ഈ ഒരു കാര്യത്തിൽ മിണ്ടാതിരിക്കാൻ ഏറ്റവും നല്ലത്. താങ്കൾക്ക് താങ്കളുടെ ഫാമിലിയിലുള്ള ആളുകൾ നഷ്ടപ്പെട്ടതിൽ ഒരു സങ്കടവും ഇല്ല എന്നാണ് എനിക്ക് ഇപ്പത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിൽ വന്നപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നതും കാണിച്ചിരുന്നതും ഒന്നല്ല, ഇത് വ്യത്യസ്തമായ ഒരു കാര്യമായി പോയി. എന്തായാലും കൊള്ളാം. കൂടുതലായിട്ട് ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും.